Hello everyone. നമ്മൾ ഇന്ന് എൻ സി ആർ ടി പ്ലസ് വൺ ജിയോഗ്രഫി ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 9 സോളാർ റേഡിയേഷൻ ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ തന്നെ പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക. ലാസ്റ്റ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് ഒന്ന് നോക്കാം. നമ്മൾ ഇൻസുലേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. എപ്പീലിയൻ പറഞ്ഞു, പെരീലിയൻ പറഞ്ഞു. നമ്മൾ വേരിയബിലിറ്റി ഓഫ് ഇൻസുലേഷൻ ദ സർഫസ് ഓഫ് എർത്ത് ഡേ സീസൺ ഇയറിൽ പഠിച്ചിരുന്നു. പിന്നെ റൊട്ടേഷൻ ഓൺ ആക്സിസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് സൺറീസ് ലെങ്ത് ഓഫ് ദി ഡേ എല്ലാം നമ്മൾ പഠിച്ചിരുന്നു. ലെങ്ത് ഓഫ് ദി ഡേയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ കംഫർട്ടിന് വേണ്ടിയാണ് 12 hours ഡേ 12 hours നൈറ്റ് എന്ന് പറയുന്നത്. സൺലൈറ്റ് ഉള്ളത് സൺലൈറ്റ് ഇല്ലാത്തത് അതാണ് ഇവിടെ ലെങ്ത് ഓഫ് ദി ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് നമ്മൾ ട്രാൻസ്പെറൻസി ഓഫ് അറ്റ്മോസ്ഫിയർ പറഞ്ഞിരുന്നു. അതിനെ കൂടെ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ. ലാസ്റ്റ് ഡേ ഇൻസുലേഷൻ അഥവാ ഇൻകമിംഗ് റേഡിയേഷൻ ഫ്രം സൺ ഷോർട്ട് വേവ്സിലാണ് എർത്ത് റിസീവ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഭൂമി അത് റിസീവ് ചെയ്യുന്നത് ഷോർട്ട് വേവ്സിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനൊരു കാരണവും നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഭൂമി റിസീവ് ചെയ്ത ഷോർട്ട് വേവ്സ് തിരിച്ച് നമ്മൾ റേഡിയേറ്റ് ചെയ്യും. കാരണം ഒരു എനർജി നമ്മൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ അബ്സോർബ് ചെയ്ത ബോഡി അത് റേഡിയേറ്റ് ചെയ്യുമല്ലോ. തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത് ലോങ് വേവ് ഫോംസിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോർഷൻ തുടങ്ങുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ഷീറ്റ് പോലെയല്ല, പകരം ലെയേഴ്സ് പോലെയാണ്. സോ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. നമ്മുടെ ലാൻഡിന് ഏറ്റവും അടുത്തുള്ള എയർ ചൂടാകും. എന്നിട്ട് സബ്സിക്വന്റ് ആയിട്ടുള്ള ഓരോ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സും ചൂടാകും. ഈ അടുത്തടുത്ത് ടച്ചിലുള്ള സാധനങ്ങൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. സോ conduction takes place when bodies of unequal temperature are in contact with one another. There is a flow of energy from the warmer to the cooler body. The transfer of heat continues until both the bodies attain the same temperature or contact is broken. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈ രണ്ട് ബോഡീസും കോൺടാക്റ്റിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ലോജിക്കലി ലാൻഡ് ഹീറ്റഡ് ആകുന്നു, ലാൻഡിന് തൊട്ടടുത്ത എയർ ഹീറ്റഡ് ആകുന്നു, അടുത്ത ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇതുപോലെ 1 by 1 ഹീറ്റഡ് ആകുന്നു. ഓക്കെ, സോ ഇതാണ് കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അടുത്തൊരു പ്രോസസ്സ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ എയർ ഹീറ്റഡ് അപ്പ് ആവും. ഹീറ്റഡ് അപ്പ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? അത് മുകളിലോട്ട് റൈസ് ചെയ്യും. മുകളിലോട്ട് ഈ എയർ റൈസ് ചെയ്യുമ്പോൾ ഇവിടെ ആ എയറിന്റെ സ്ഥലം ബാക്കി ഉണ്ടാവുമല്ലോ, അവിടോട്ട് കുറച്ച് തണുത്ത എയർ വരും. അഗെയിൻ ചൂടാകും, മുകളിലോട്ട് റൈസ് ചെയ്യും. അങ്ങനെ ഇവിടെ മുകളിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ എന്തായിരിക്കും? പ്രഷർ കുറവായിരിക്കും. അഗെയിൻ തണുക്കും, തിരിച്ച് താഴോട്ട് വരും. അപ്പോൾ ഒരു സൈക്ലിക്കൽ മൂവ്മെന്റ് ഇല്ലേ, അതാണ് ഞാൻ കറണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ കൺവെക്ഷണൽ കറണ്ട് എന്താണെന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, അതൊന്ന് വായിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. തൽക്കാലം കൺവെക്ഷൻ ഇതാണെന്ന് മനസ്സിലാക്കുക. അഗെയിൻ ടെക്സ്റ്റിൽ എന്താ പറയുന്നത് നോക്കാം. The air in contact with the earth rises, ഞാൻ പറഞ്ഞല്ലോ, vertically on heating in the form of currents and further transmit the heat of the atmosphere. This process of vertical heating of the atmosphere is known as convection. The convection transfer of energy is confined only in troposphere. ഇതിനും ഒരു റീസൺ ഉണ്ട് എന്തുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിൽ ഈ കൺവെക്ഷൻ പ്രോസസ്സ് കൺഫൈൻഡ് ആയിരിക്കുന്നത്. ആക്ച്വലി ഞാൻ വായിച്ചിട്ടുള്ളത് വേറെ ലെയേഴ്സിലും നടക്കും, പക്ഷെ മോസ്റ്റ്ലി നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ എന്നാണ്. അതിന്റെ റീസൺ ഞാൻ ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഇടയിൽ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും എന്തുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിൽ മാത്രം കൺവെക്ഷൻ കൂടുതൽ നടക്കുന്നത്? തൽക്കാലം ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് വരിക. ഓക്കെ, തേർഡ് പ്രോസസ് എന്ന് പറയുന്നത് അഡ്വെക്ഷൻ ആണ്. ഞാനിപ്പോൾ പറഞ്ഞു വെർട്ടിക്കലി ചൂടായ എയർ മൂവ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഹൊറിസോണ്ടൽ മൂവ്മെന്റിനെയാണ്. നമ്മൾ ഈ വെസ്റ്റേർലീസ് ഈസ്റ്റേർലീസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്നത് ഈസ്റ്റേർലീസ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുന്നത് വെസ്റ്റേർലീസ്. അപ്പൊ ആ ഒരു എയർ മൂവ്മെന്റ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. So transfer of heat through horizontal movement of air is called advection. Horizontal movement of air is relatively more important than vertical movement. ഇങ്ങനെ മിഡിൽ ലാറ്റിറ്റ്യൂഡ്സിലൊക്കെ ഡെയിലി വെതർ ചേഞ്ചസ് ഉണ്ടാകാൻ കാരണം advection ആണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ലൂ എന്ന് പറയുന്ന കാറ്റുണ്ടല്ലോ, ലൂവിനെ കുറിച്ചൊക്കെ നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. സോ 10th ജിയോഗ്രഫിയിൽ. സോ ഈ ഒരു പോർഷനും ഓർത്തിരിക്കുക. നമ്മുടെ അടുത്ത ടോപ്പിക് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇതുവരെ നമ്മൾ പഠിച്ച അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോകും, ശ്രദ്ധിക്കുക.
The insulation received by the earth is in short waveforms and heats up its surface. Insulation കാരണം earthന്റെ surface heated ആവും. The earth after being heated itself becoming a radiating body and it radiates energy to the atmosphere in long waveform. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ബോഡിയും അത് ഹീറ്റഡ് അപ്പ് ആയാൽ ഇറ്റ് വിൽ റേഡിയേറ്റ് എനർജി. ഇങ്ങനെ ഓർത്ത് വെക്കുക. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചധികം കൺസെപ്റ്റ്സ് ഈസി ആയിരിക്കും. സോ ഇൻസുലേഷൻ എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസിനെ ഹീറ്റഡ് ചെയ്യും ആൻഡ് ഹീറ്റഡ് ആയ സർഫസിന്റെയും റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും എനർജി. സോ ഇതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇൻസുലേഷൻ ഷോർട്ട് വേവ് ഫോം, ടെറസ്ട്രിയൽ റേഡിയേഷൻ ലോങ് വേവ് ഫോം. അടുത്തത് നമ്മൾ എപ്പോഴെപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാടധികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. The long wave radiation is absorbed by the atmospheric gases, particularly by carbon dioxide and other greenhouse gases. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പ്രസക്തി എന്താണ്? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ലാന്ന് വെക്കുക, എർത്തിൽ ചൂട് നിൽക്കത്തില്ല. ചൂട് നിൽക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രോസൺ ആയി പോകും. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടിയാലുള്ള കുഴപ്പം എന്താണ്? സെയിം തിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്. അതായത് ചൂട് കൂടുതൽ കാരണം ആർട്ടിക് അന്റാർട്ടിക് ഐസ് മെൽറ്റ് ആവും, സീ ലെവൽ കൂടും. ഇത് കാരണം നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും. സോ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പ്രസക്തി അതാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ എപ്പോഴും ക്ലൈമാറ്റിക് ചേഞ്ചസിൽ എടുത്തെടുത്ത് പറയുന്നത്. നമ്മുടെ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ് റിലീസ് ഇറക്കുമല്ലോ. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു മാർച്ചിൽ, ഈ കഴിഞ്ഞ മാർച്ചിൽ ഒരു റിലീസ് ഇറക്കിയായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു 2023 ഹിസ്റ്ററിയിലെ ഏറ്റവും ചൂട് കൂടിയ ഒരു ഇയർ ആയിരുന്നു. മേ ബി 2025 2024 അങ്ങനത്തെ ഒരു ഇയർ ആണെന്ന് വരാം. പക്ഷേ ഇങ്ങനെയുള്ള ഒതന്റിക് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. അതിലും നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ താഴെ പറ്റുമെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം, പോയി വായിച്ചു നോക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു ബോഡിയും ഹീറ്റ് അബ്സോർബ് ചെയ്താൽ അത് റേഡിയേറ്റ് ചെയ്യുന്നു. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു ഗ്രീൻ ഹൗസ് ഗ്യാസസ് എർത്തിന്റെ ഈ ലോങ് വേവ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നു. നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഈ ഗ്യാസസ് ഒക്കെ ചേർന്നതാണ്. അപ്പൊ ഈ ഗ്യാസസ് ഈ പറയുന്ന എനർജി അബ്സോർബ് ചെയ്തു. ഇനി ഇതെന്ത് ചെയ്യും? റേഡിയേറ്റ് ചെയ്യും. സോ ദ അറ്റ്മോസ്ഫിയർ ഇൻ ടേൺ റേഡിയേറ്റ്സ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ ഹീറ്റ് ടു ദ സ്പേസ്. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞു ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴിയുള്ള ആ വേവ്സ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്യും. സോ ഗ്യാസസ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. സോ അറ്റ്മോസ്ഫിയർ ഇൻ ടേൺ ഇറ്റ് വിൽ റേഡിയേറ്റ് ദ എനർജി ബാക്ക് ടു ദ സ്പേസ്. ഫൈനലി നമുക്ക് എത്രയാണോ ഇൻകമിങ് ആയിട്ട് വന്ന എനർജി അത് തന്നെ നമ്മൾ റേഡിയേറ്റ് ചെയ്യും. ഇതാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണോ നമുക്ക് കിട്ടിയത് അത് തന്നെ നമ്മൾ കൊടുക്കും. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, വരവും ചെലവും. നിങ്ങളെ ഞാൻ ഹീറ്റ് ബഡ്ജറ്റ് ഇതിലുള്ള ഒന്നും വായിക്കാനോ പഠിപ്പിക്കാനോ പോകുന്നില്ല. പകരം ഞാൻ നോട്ട്സ് എഴുതിയത് കാണിച്ച് അത് പറയാം. എനിക്ക് അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. എനിക്കിത് വായിക്കുമ്പോൾ കുറച്ചധികം ഈ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാത്തത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഹീറ്റ് ബഡ്ജറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസുലേഷൻ എന്നും ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നും ഡിവൈഡ് ചെയ്തിട്ടാണ്. ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ആൻഡ് ടെക്സ്റ്റിൽ 100% എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്, പക്ഷെ ബാക്കിയെല്ലാം യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. എനിക്കത് എന്തുകൊണ്ടാണ് അറിയത്തില്ല. ഞാൻ 100 യൂണിറ്റ്സ് തന്നെയാണ് തുടങ്ങുന്നതും ബാക്കിയെല്ലാം യൂണിറ്റ്സിലുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു 3 കൺസെപ്റ്റ്സ്. ഒന്ന് സ്കാറ്ററിങ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സ്കാറ്ററിങ്, റിഫ്ലക്ഷൻ ഒക്കെ. ഒന്നുകൂടെ ഞാൻ പറയുന്നു. സ്കാറ്ററിങ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് ചിതറിപ്പോവുക, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും സ്കാറ്റർ ആവാം. അതേസമയം റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ 1 to 1 ഒരു ഡയറക്ഷനിലോട്ടേ പോകും. ഇങ്ങോട്ട് വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഓർമ്മയുണ്ടാവുമല്ലോ. ഇനി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗിരണം ചെയ്യുക. ആ ഒരു കാര്യങ്ങൾ, ലൈക്ക് അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പിടിച്ചു വെക്കുക, അങ്ങനെ വിചാരിക്കുക. സോ ഈ ഒരു 3 കൺസെപ്റ്റ്സ് ഓർത്തിരിക്കുക. ഫസ്റ്റ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ 100 യൂണിറ്റ്സ് വരികയാണെന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ 6 യൂണിറ്റ്സ് സ്കാറ്റേഡ് ആയി പോകും. ഈ 6 യൂണിറ്റ്സ് സ്കാറ്റേഡ് ആയി സ്പേസിലോട്ട് പോകും. അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജി. സോ 6 യൂണിറ്റ്സ് സ്കാറ്റേഡ് ടു ദ സ്പേസ്. ആൻഡ് വേറൊരു കളർ പെൻ എടുക്കാം. ഓക്കെ, സോ 6 യൂണിറ്റ്സ് സ്കാറ്റേഡ് ടു ദ സ്പേസ്. ദെൻ 27 യൂണിറ്റ്സ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് ബൈ ക്ലൗഡ്സ്. ക്ലൗഡ്സ് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. 2 യൂണിറ്റ് എന്ന് പറയുന്നത് എർത്ത് ഇറ്റ് സെൽഫ് റിഫ്ലക്ട് ചെയ്യുന്നതാണ്, ലാൻഡിൽ. ഇനി നമുക്ക് 100ൽ 6 + 27 + 2 എന്ന് പറയുമ്പോൾ 35. 100ന്ന് 35 പോകുമ്പോൾ 65. ഇനി ഈ 65ന്റെ കണക്കാണ് പറയുന്നത്. ഈ 65ൽ 17 എന്ന് പറയുന്നത് അബ്സോർബ് ബൈ എർത്ത്. ഇനി 14 എന്ന് പറയുന്നത് അബ്സോർബ് ബൈ അറ്റ്മോസ്ഫിയർ. ഈ ഒരു ഐഡിയ, അബ്സോർബ് ബൈ എർത്ത്, അബ്സോർബ് ബൈ അറ്റ്മോസ്ഫിയർ, ഈ
സ്കാറ്റർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, സ്കാറ്റർ ചെയ്ത് പുറത്ത് മാത്രമല്ല അകത്തോട്ടും വരും. സോ അതിൽ നിന്നാണ് ഈ 17 അബ്സോർബ് ചെയ്തത്. സോ സ്കാറ്റർ ചെയ്തതെന്നാണ് അതുകൊണ്ടാണ് ഞാൻ ആ റെഡ് കളറിൽ വരച്ചു വെച്ചിരുന്നത്. സ്കാറ്റർ ചെയ്തതെന്നാണ് ഈ 17 യൂണിറ്റ്സ് അബ്സോർബ് ചെയ്തത്. ആൻഡ് ആ അബ്സോർബ് ചെയ്യുന്നത് എർത്തും അബ്സോർബ് ചെയ്യും, അറ്റ്മോസ്ഫിയറും അബ്സോർബ് ചെയ്യും. ആ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഐഡിയ മനസ്സിലായാൽ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. അബ്സോർപ്ഷൻ, സ്കാറ്ററിംഗ് വഴി ഉണ്ടായ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 17 യൂണിറ്റ്സ് ബൈ എർത്ത് ആൻഡ് 14 യൂണിറ്റ്സ് ബൈ അറ്റ്മോസ്ഫിയർ. പിന്നെ ഉള്ളത് ബാലൻസ് 34. ആ 34 ഡയറക്ട്ലി എർത്ത് അങ്ങ് അബ്സോർബ് ചെയ്യുന്നതാണ്. ഈ ഡയറക്റ്റ് ആയിട്ട് വരുന്ന റേഡിയേഷനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നതാണ്. ഈ റിഫ്ലക്റ്റഡ് ബൈ എർത്ത്, റിഫ്ലക്റ്റഡ് ബൈ ക്ലൗഡ്സ്, അബ്സോർബ് ബൈ എർത്ത്, ഇതെല്ലാം ഡയറക്റ്റ് റേഡിയേഷൻ എന്നുള്ളത്. അത് ടെക്സ്റ്റിൽ ഒരു ഫിഗർ ഉണ്ട്, അത് കുറച്ചുകൂടെ എനിക്കൊന്ന് ഈസി ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 17 പ്ലസ് 34 പ്ലസ് 14 എത്രയാണ്? 65. സോ നമ്മൾ ഈ 65ന്റെ കണക്ക് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സി, എർത്ത് എന്താണോ അബ്സോർബ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ ആയിട്ട് റേഡിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ അബ്സോർബ് ചെയ്തത് എന്തൊക്കെയാണ്? 65ല് 14 ഒഴിച്ച് ബാക്കി എല്ലാം എർത്താണ് അബ്സോർബ് ചെയ്തത്. സോ 34ഉം 17ഉം. സോ 34 പ്ലസ് 17 അല്ലെങ്കിൽ 65ൽ നിന്ന് 14 കുറയ്ക്കുക. whatsoever 51 ആണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഈ 51ന്റെ കണക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ടെറസ്ട്രിയൽ റേഡിയേഷൻ വരുമ്പോൾ 51 യൂണിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഈ 51 യൂണിറ്റ്സിൽ 17 യൂണിറ്റ്സ് ഡിറക്റ്റ് റേഡിയേഷൻ ടു സ്പേസ്, ഡയറക്ട്ലി സ്പേസിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നു. ഇനി 34 എന്ന് പറയുന്നത് എന്താണ്? അബ്സോർബ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ. ഇനി ഈ 34ന്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഈ 34ൽ 6 എന്ന് പറയുന്നത് ഡയറക്ട്ലി അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്താണ് ഈ പോയതിൽ നിന്ന്. ആൻഡ് 9 യൂണിറ്റ്സ് എന്ന് പറയുന്നത് കൺവെക്ഷനും ടർബുലൻസും കാരണമാണ്. കൺവെക്ഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സോ അങ്ങനെയാണ് 9 യൂണിറ്റ്സ് അബ്സോർബ്ഡ് ആയിരിക്കുന്നത്. സോ 19 ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ. എന്താണ് ഈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ? തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ ഡ്രോപ്സ് ഇല്ലേ, അങ്ങനെ വേപ്പർ ബേസിക്കലി ഈ വേപ്പർ തിരിച്ച് വാട്ടർ ഡ്രോപ്സ് ആകാൻ വേണ്ടി ഒരു എനർജി റിലീസ് ചെയ്യും. സോ ആ എനർജിയാണ് നമ്മൾ ലൈക്ക് ഹീറ്റ് റിലീസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. വേപ്പർ ടു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡ്രോപ്ലെറ്റ്സ് ആകാനായിട്ട്, വേപ്പർ ഡ്രോപ്ലെറ്റ്സ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന റിലീസ് ഓഫ് എനർജിയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അതൊന്ന് വായിച്ചിരിക്കുന്ന, അതിനെക്കുറിച്ച് കുറച്ച് അറിയുന്നത് നല്ലതാട്ടോ. ഇതിൻ്റെ ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ട്, കുറച്ച് ബ്യൂട്ടിഫുള്ളി അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില ആർട്ടിക്കിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ദെൻ അബ്സോർബ് ബൈ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എത്രയാണ്? ഈ 34, അതായത് ഇവിടെ നമ്മൾ കണ്ട 34 ആൻഡ് ഇവിടെ നമ്മൾ കണ്ട ഒരു 14ഉം, ഇത് രണ്ടുമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊരു ബോഡി അബ്സോർബ് ചെയ്താലും അത് റേഡിയേറ്റ് ചെയ്യും. സോ ഈ 34 പ്ലസ് 14 ഈസ് ഈക്വൽ ടു 48 അബ്സോർബ് ചെയ്ത നമ്മുടെ എർത്ത് എന്ത് ചെയ്യും? എർത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യും? ഇത് റേഡിയേറ്റ് ചെയ്യും. സോ 34 പ്ലസ് 14 48 യൂണിറ്റ്സ് എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയർ സ്പേസിലോട്ട് റേഡിയേറ്റ് ചെയ്യും. സോ ഇങ്ങനെ നമുക്കൊരു ബാലൻസ് പറയാൻ പറ്റും. ലൈക്ക് എന്താണോ വന്നത് അത് തന്നെ നമ്മൾ തിരിച്ച് റേഡിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേരിയേഷൻ ഇൻ ദ നെറ്റ് ഹീറ്റ് ബഡ്ജറ്റ് അറ്റ് ദ എർത്ത് സർഫസ്. സോ ആസ് എക്സ്പ്ലെയിൻഡ് earlier, there are variations in the amount of radiation received at the earth's surface. Some part of the earth has surplus radiation balance while other part has deficit. എന്ന് വെച്ചാൽ ചില പാർട്ടിന് കുറച്ച് കൂടുതൽ റേഡിയേഷൻ കിട്ടും, ചിലതിന് കുറവായിരിക്കും. പക്ഷേ ഇൻ ടോട്ടൽ ഇത് ബാലൻസ് ചെയ്യും. നമ്മുടെ ഈ പിക്ചറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സർപ്ലസ് ഓഫ് നെറ്റ് റേഡിയേഷൻ ബാലൻസ് ബിറ്റ്വീൻ 40 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആൻഡ് ദ റീജിയൻ നിയർ ദ പോൾസ് ഹാവ് എ ഡെഫിസിറ്റ്. ഇവിടെ ഡെഫിസിറ്റും ഇവിടെ രണ്ടിടത്തും ഡെഫിസിറ്റും ഉള്ളിലോട്ട് സർപ്ലസും ആണെന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ സർപ്ലസ് ഉണ്ടെങ്കിലും ഡെഫിസിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഇത് ബാലൻസ് ചെയ്യും. ഞാൻ നേരത്തെ നിങ്ങളെ വെസ്റ്റേർലീസ് ഈസ്റ്റേർലീസ് വായിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് മസ്റ്റായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ആണ്. ഇനി നമ്മളത് പഠിക്കും, എനിക്കൊന്ന് തൊട്ടടുത്ത ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് നിങ്ങൾ എന്തായാലും വായിക്കണം. അത് വായിക്കുമ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അതായത് ഈ സർപ്ലസും ഡെഫിസിറ്റും നമ്മൾ ബാലൻസ് ചെയ്യുന്ന എന്തുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഇതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. The surplus heat energy from the tropics is redistributed polewards and as a result tropics do not get progressively heated up due to the accumulation of excessive heat. ഈ സർപ്ലസ് ആയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡെഫിസിറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോൾവേർഡ്സിലോട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അത്ര വലിയ ചൂടൊന്നും അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് high latitudes get permanently frozen due to excess deficit. Higher latitudes, the polar region
പോളാർ റീജിയൻ എന്നല്ല, ഞാൻ എക്സ്ട്രീം പോളാർ റീജിയൻ അല്ല ഉദ്ദേശിച്ചത്, ലൈക്ക് ഹയർ ലാറ്റിറ്റ്യൂഡ്സ് 40ക്ക് അപ്പുറം അത്ര ഫ്രോസൺ ആകത്തില്ല, കാരണം ഇവിടെ നിന്നുള്ള ഹീറ്റ്, സർപ്ലസ് ഹീറ്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ ഇത്രയാണ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ അത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നു എന്ന്. താങ്ക് യു.